മുതൽ 52 വരെയുള്ള ഭാഗങ്ങൾ. പിന്നെ അവർ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറേയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവർ തന്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്ന് യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, പ്രഭുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. നമുക്കറിയാം, യേശു കർത്താവിന്റെ പരശുശ്രൂഷ കാലയളവിൽ നടന്ന ഒരു സംഭവ ചരിത്രമാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. യേശുവും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്ത പതിവായിരുന്നു. 3.5 വർഷത്തെ കർത്താവിന്റെ ശുശ്രൂഷയിൽ യേശു ഒറ്റയ്ക്കല്ല, താൻ തന്നോടുകൂടി ഇരിക്കേണ്ടതിന് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ, 70 ശിഷ്യന്മാരുടെ വേറൊരു ഗ്രൂപ്പ്, 120 പേരുടെ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ വലിയൊരു പുരുഷാരം മിക്കവാറും യേശുവിന്റെ യാത്രയിൽ യേശുവിനെ അനുഗമിക്കുക പതിവാണ്. അങ്ങനെ വലിയൊരു പുരുഷാരത്തിന്റെ അകമ്പടിയോടെ യേശു ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യെരിഹോവിലൂടെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ യേശു ശിഷ്യന്മാർ മാത്രമല്ല, യേശുവിന്റെ ശുശ്രൂഷയിൽ സൗഖ്യം വിടുതൽ അനുഭവിച്ച വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. സൗഖ്യവും വിടുതലും അനുഭവിച്ചാൽ യേശുവിനെ അനുഗമിക്കണം. പലരും വിടുതൽ അനുഭവിച്ചിട്ട് സൗഖ്യം കിട്ടിയിട്ട് കാര്യം നേടിയിട്ട് പിന്നെ അവർ പോകുന്ന വഴിയിൽ അതൊരു നല്ല ശീലമല്ല. കർത്താവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചാൽ കർത്താവിനെ അനുഗമിക്കുന്നവരാകണം. വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിക്കുകയാണ്. വലിയൊരു കൂട്ടം യെരിഹോവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആമേൻ, ഇവർ പോകുന്ന ശബ്ദം, പുരുഷാരത്തിന്റെ ആരവാരം അവിടെ മുഴങ്ങുകയാണ്. ആമേൻ. കർത്താവിന്റെ കൂടെ നടന്നാൽ അതൊരു സൈലന്റ് വാക്ക് ആയിരിക്കത്തില്ല, അതിനകത്തൊരു ആരവാരം ഉണ്ടാവും. ചോദിക്കും, എന്തിനായി ബഹളം, എന്തിനായി ഒച്ച? അവൻ മൗനതയിൽ പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കത്തില്ലേ? അവൻ കർത്താവിന് കാതിന് പ്രശ്നമൊന്നുമില്ല, അവന്റെ കാത് മന്ദമായിട്ടില്ല. അല്ലെ, നമ്മൾ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, അവൻ ഒരു നാളിലും അത് മന്ദമായിട്ടില്ല. പക്ഷെ എന്തിനാണ് ആരവാരം? രാജാവ് എഴുന്നള്ളി വരുമ്പോൾ പ്രജകൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവർ ആരവാരത്തോട് അവൻ ഉച്ചത്തിൽ ആർക്കും, രാജാവേ അങ്ങ് നീണാൾ വാഴട്ടെ വാഴട്ടെ വാഴട്ടെ. ആമേൻ. ലോകത്തിലെ നാട് നീങ്ങുന്ന രാജാവ് എഴുന്നള്ളി വരുമ്പോൾ പ്രജകളുടെ ശബ്ദം ഉയരുമെങ്കിൽ ഇന്ന് മകൻ മഹാരാജാവ്, രാജാതി രാജാവ്, കർത്താവ് അവൻ എഴുന്നള്ളി ഉലാവുമ്പോ അവന്റെ സാന്നിധ്യം അനുവദിക്കുന്നവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശബ്ദം ഉയരുന്നതാണ്. ശബ്ദം ഉയർത്തണമെന്ന് പറഞ്ഞിട്ട് ഉയർത്തുന്നതല്ല. ആമേൻ. ശബ്ദം ഉയർന്നു പോകുന്നതാണ്. ചിലർ ഈ ശബ്ദ കോലാഹലമൊക്കെ കാണുമ്പോ അവൻ ചിലര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊരുമാതിരി ചന്ത പോലെ ആയിപ്പോയല്ലോ. ആമേൻ. ഇതൊരുമാതിരി ചന്തല രീതി ആയിപ്പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ചന്തയിൽ ആരെങ്കിലും പോവാൻ പോകുന്നുണ്ടോ? ചന്തയിൽ ആരെങ്കിലും ശബ്ദം ഉണ്ടാക്കാൻ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? ചന്തയിൽ ആളുകൾ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോ ശബ്ദമായി പോയതാ. ഒരാളെന്ന് ചോദിച്ചു, പാവയ്ക്ക് എന്നാ വില? അപ്പൊ മറ്റുള്ള 40 രൂപ. അപ്പുറത്ത് വേർത്ത് വിളിച്ചു, ഇവിടെ 30 രൂപ, ഇങ്ങോട്ട് പോവാ. ആമേൻ. അപ്പൊ അപ്പുറത്ത് എടുത്തോ പറയുകയാണ്, അത് കൊള്ളത്തില്ല, അത് അഴിക്ക. അതുകൊണ്ട് ഇവിടെ നല്ലതുണ്ട് വാങ്ങട്ടാ. ചുരുക്കം പറഞ്ഞാൽ ഒരുത്തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ അവനോട് 3-4 പേര് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം ഉയർന്നു പോയി. മനഃപൂർവ്വ ശബ്ദം ഉണ്ടാക്കാൻ പോയതല്ല. ആമേൻ. ചിലരുടെ ശബ്ദത്തെ കവിയുന്ന രീതിയിൽ അവരുടെ ആവശ്യം നിറവേറ്റാൻ സംസാരം അവിടെ ഉയർന്നു പോയതാണ്.
ഹല്ലേലൂയ. ഇന്ന് രാവിലെ വന്ന മൗനതയോടെ കയ്യും കെട്ടിയിരുന്ന് വേണമെങ്കിൽ ആരാധന കഴിഞ്ഞ് പോകാം. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ആവശ്യബോധത്തോടെ ശബ്ദം ഉയർത്തി തുടങ്ങുമ്പോൾ ഇന്ന് ആവശ്യങ്ങൾ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കും. കാര്യം പിടികപ്പെടുന്നവർ കരങ്ങൾ തട്ടി ആ മനുഷ്യങ്ങൾ കഥാവിന് മഹത്വം കൊടുത്തു തുടങ്ങുകയും യേശുവും പുരുഷാരവും കടന്നു പോകുന്ന ശബ്ദം അവിടെ ഒരുവൻ കേട്ടു. കേട്ടവന്റെ പേര് ബർത്തിമായി. ആമേൻ. തിമായിയുടെ മകൻ. ആമേൻ. ആദരിക്കപ്പെട്ടവൻ. ആദരണീയൻ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. ആമേൻ. ബർത്തിമായി, തിമായിയുടെ മകൻ ബർത്തിമായി. സ്തോത്രം. അവൻ ഈ ശബ്ദം കേട്ടു. പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. അവന് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ജന്മനാൽ അന്ധന. അവൻ ആകാശമോ അതിലുള്ളതോ ഭൂമിയോ അതിലുള്ളതോ അവന്റെ ജനനം മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു ഭയങ്കര കുറവ് ഈ മനുഷ്യനുണ്ട്. പക്ഷേ യേശുവും പുരുഷാരവും കടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ പുരുഷാരത്തിന്റെ ആരവാരം ആമേൻ അവന്റെ അകത്ത് ചില ചലനങ്ങൾ ഉണ്ടാക്കി. അവൻ ചോദിച്ചു, എന്താ ഇത്? ഈ ശബ്ദം എന്താ? ആരോ പറഞ്ഞു, മസ്തനായ യേശു ഇതുവഴി പാസ് ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. ഉടനെ അവന് മനസ്സിലായി, ഈ യേശുവിന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും. 45-ാമത്തെ വാക്യം കൂടെ വായിച്ചേ, വേഗം വായിക്കണം. സോറി, 46. അവൻ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട്, വലിയ പുരുഷന്മാരോട് എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവന്റെ നിലവിളിക്ക് 2 വാചകമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഒത്തിരി മർമ്മമുണ്ട്. അവൻ പറയുക, യേശുവേ ദാവീദ് പുത്ര. ആമേൻ. അവൻ യേശുവിനെ മശിഹയായി വിശ്വസിക്കുന്നു. യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നു. യേശുവേ എന്ന് പറഞ്ഞ രക്ഷക, അതാണ് വാക്കിന്റെ അർത്ഥം. യേശുവേ രക്ഷക. അടുത്ത പദം ദാവീദ് പുത്ര എന്ന് പറഞ്ഞാൽ മശിഹ, നീ വരുവാനുള്ള മശിഹയാണ്. അവൻ അംഗീകരിക്കുന്ന 1, നീ രക്ഷകനാണ്. 2, നീ മശിഹയാണ്. അവൻ വിളിക്കുന്നത്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പലർക്കും യേശുവിനെ രക്ഷകനായി കിട്ടാൻ ഇഷ്ടമാ. കാര്യത്തിന് അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകും. അതാ രക്ഷകന്റെ റോള്. മശിഹ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയ കാര്യസാധനം മാത്രമല്ല, നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിൽ അവനോട് കൂടെ നിന്നെ വാഴിക്കാൻ അവൻ കൊണ്ടുപോകുന്നവനാണ്. അവൻ മശിഹ എന്ന് പറയുന്നത്. കൃത്യമായി പറയുക, യേശുവേ ദാവീദ് പുത്ര, രക്ഷക, മശിഹേ, എന്നോട് കരുണ തോന്നണമേ. അവന്റെ പരിമിതി നാം കണ്ടു. അവന് കാണാൻ കഴിയില്ല. അവൻ കുരുടനാണ്, അവൻ അന്ധനാണ്. പക്ഷെ അവന്റെ പരിമിതി അവൻ വലുതായി കണ്ടില്ല. അവന് കാണാൻ കഴിയില്ലെങ്കിലും അവൻ ചെവി ഉപയോഗിച്ചു. അവനെ കാണാൻ കഴിയില്ലെങ്കിലും അവൻ മാവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ. നമ്മൾ പലരും ഇല്ലാത്തതിനെ ഓർത്ത് പരിതപിക്കുന്നവരാ. എനിക്ക് ആ കഴിവില്ല, എനിക്ക് ആ ശേഷിയില്ല, എനിക്ക് ആ ടാലന്റ് ഇല്ല, എനിക്ക് ആ ബലമില്ല. അവൻ ഇല്ലാത്തതിനെ ഓർത്ത് പരിതപിച്ചുകൊണ്ടിരിക്കാതെ ഉള്ളത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നോക്ക്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത് കാണാം. ഈ പ്രഭാതത്തിൽ ആരോടെ ആത്മാവിൽ പ്രവേശിക്കുമ്പോൾ അവൻ ഇല്ലാത്തതിനെ ചൊല്ലി പറയാതെ ഉള്ളത് നോക്കി പറ. ഉള്ളത് നോക്കി പറ. നമ്മളൊരാളെ കാണാതെ എങ്ങനെയാ പുള്ളിയോട് സംസാരിക്കുന്നത്?
നമ്മളെ കാണാതെ എങ്ങനെ ആവശ്യം പറയുന്നത്? അയ്യോ, കാണുന്നില്ലല്ലോ, എങ്ങനെയുള്ളയാളാ, എന്നോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കും? അല്ലെ, ആളുകളുടെ നോട്ടത്തിൽ നിന്ന്, അവൻ മുഖഭാവത്തിൽ നിന്ന് ഒരാൾക്ക് നമ്മളോട് എങ്ങനെയാണ് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? പക്ഷെ ഇവരിതൊന്നും വിഷയമല്ല. അവന്റെ പരിമിതി അവൻ വലുതായി കാണുന്നില്ല. അവൻ ചെവിയും നാവും ഉപയോഗിച്ച് അവന്റെ വിടുതലിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുകയാണ്. ഇതുപോലെ കൽപ്പമേ ഉള്ളൂ, അവൻ കുറച്ചേ ഉള്ളൂ, ഒത്തിരി പരിമിതിയുണ്ടോ, അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്റ്റെപ്പ് വയ്ക്ക്, ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. അവൻ ഭിക്ഷക്കാരനാ, അവൻ കുമരനാണ്, ഒത്തിരി പരിമിതി അവനുണ്ട്. സമൂഹത്തിൽ അവൻ അറക്കപ്പെട്ടവനാ, വെറുക്കപ്പെട്ടവനാ. പക്ഷെ അതൊന്നും വിടുതലിന് തടസ്സമല്ല. അവൻ ശബ്ദം ഉയർത്തി വിളിക്കുകയാ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പക്ഷെ ഈ ശബ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അടുത്ത പദം ഒന്ന് വായിച്ചേ. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. ആരാ ശാസിച്ച? പുറത്തുനിന്നുള്ളവരല്ല, യേശുവിന്റെ കൂടെ നടക്കുന്നവർ ശാസിച്ചു. നീ ഇപ്പൊ അത്ര ശബ്ദം ഉയർത്തണ്ട, നീ അത്രയൊന്നും വിളിക്കണ്ട. നിന്റെ ശബ്ദം ഒരു അരോചകമാണ്. നിന്റെ ശബ്ദം ഇവിടെ ആവശ്യമുള്ളതല്ല. ഇങ്ങനെയൊക്കെ പല വാക്കുകൾ പറഞ്ഞ് അവനെ പലരും വിലക്കാൻ തുടങ്ങി. പക്ഷേ അവൻ ഭക്തിമായുടെ പ്രത്യേകത, വിലക്ക് അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. അവൻ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുകയാണ്. ഇന്ന് മുതൽ ആരൊക്കെ നിന്നെ തടസ്സപ്പെടുത്തിയാലും നിനക്ക് യേശുവിനെ അറിയണമെന്ന്, യേശുവിനെ നിന്നെ പ്രാപിക്കണമെന്ന് കൊതിയുണ്ടെങ്കിൽ ആരുടെയും വിലക്ക് നിന്നെ നിരുത്സാഹപ്പെടുത്തത്തില്ല. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഭയങ്കര തടസ്സമോ, എനിക്ക് ആരാധനയ്ക്ക് ഭയങ്കര തടസ്സമോ, എനിക്ക് മുൻപോട്ട് പോകണം ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര തടസ്സമോ. അവൻ തടസ്സം വലുതായി കണ്ടാൽ തടസ്സം അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ തടസ്സത്തെ അവഗണിച്ചാൽ നിന്റെ ലൈഫിൽ ചില സമാറ്റങ്ങൾ സംഭവിക്കും. മുൻപ് പോകുന്നവരെല്ലാം അവനെ വിലക്കുകയാ, അവനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയാ. പക്ഷെ ആരുടെയും വിലക്കവനെ യേശുവില്ല. മുൻപേ നടക്കുന്നവർ മിണ്ടാതിരിപ്പാൻ ശാസിച്ചിട്ടും അവൻ അതിനെ മൈൻഡ് ചെയ്തില്ല. വിലക്ക് അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. നമുക്ക് യേശുവിന്റെ മകന് പ്രാപിക്കണമെന്ന് കൊതിയുണ്ടോ? കിട്ടിയാൽ കിട്ടട്ടെ, വേണ യേശുവിന്റെ അടുക്കലേക്ക് വരട്ടെ. ചിലവർ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവൻ കർത്താവിനെല്ലാം അറിയത്തില്ലേ? കർത്താവിനെല്ലാം അറിയാം. തിയോളജി അങ്ങോട്ട് പഠിപ്പിക്കണ്ട. നിന്റെ ആവശ്യകത എത്ര വലുതാണോ, ഈ ആവശ്യകതയോടെയാണോ അവൻ വിലക്കുകളെ മാറ്റിവെച്ച് മുൻപോട്ട് സ്റ്റെപ്പിലേക്ക് പ്രാർത്ഥനയോടെ, ആരാധനയോടെ, വിശ്വാസത്തോടെ മുൻപോട്ട് ചുവടിലേക്ക്. വചനത്തോട് നിങ്ങൾ പോസിറ്റീവായി പ്രതികരിച്ചു തുടങ്ങുക. അത്ഭുത റിപ്പോർട്ടുകൾ നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ സംഭവിക്കും. ചിലർക്ക് അനങ്ങാൻ കഴിയത്തില്ലല്ലേ? ഈസി ചെറിയ ചാരി കിടക്കുന്ന പോലെ വചനം ഈസിയായി കേട്ടോണ്ടിരിക്കുകയില്ല. എങ്ങനെ വേണ്ടിയിരിക്കുന്നു അതൊരു വിഷയമല്ല. പക്ഷെ വചനം നിങ്ങളകത്ത് ക്രിയ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചലിച്ചു തുടങ്ങണം. ആബേലിന്റെ പ്രത്യേകത, ആബേലിന്റെ യാഗത്തിന്റെ പ്രത്യേകത, അത് ചലിക്കുന്നതാ. മുൻപേ നടക്കുന്നവർ മിണ്ടാതിരിപ്പാൻ ശാസിച്ചിട്ട് വിലക്ക് അവൻ കൂട്ടാക്കിയില്ല. വിലക്ക് അവൻ കൂട്ടാക്കിയില്ല. അവൻ ബർത്തിമായിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞു. അവൻ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. രണ്ട്, അവന്റെ പരിമിതി അവൻ വലുതായി കാണുന്നില്ല. കണ്ണ് കാണത്തില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷെ എനിക്ക് ചെവി കേൾക്കാമല്ലോ. യേശു ആണെന്ന് മനസ്സിലായി. കണ്ണ് കാണത്തില്ലെന്നല്ലേ ഉള്ളൂ, നാവിന് തടസ്സമില്ലല്ലോ, നാവ് ഉയർത്താമല്ലോ. പിടികിട്ടുന്നുണ്ട്. എനിക്ക് പാട്ടിന് ഈണ ഇല്ലെന്നല്ലേ ഉള്ളൂ, പക്ഷെ എനിക്ക് പാട ശബ്ദമുണ്ടല്ലോ. അതെന്റെ അപ്പൻ ഇഷ്ടമാണ്. പിടികിട്ടുന്നുണ്ടോ?
നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അപ്പനും അമ്മമാരൊക്കെ ഇതിനകത്തുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ പ്രാപ്തരായി സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അവർ വളരെ സ്ഫുടതയോടെയൊന്നുമല്ല സംസാരിക്കുന്നത്. ആമേൻ. അപ്പ 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 അമ്മ അമ്മ എന്നൊക്കെ പറയുമ്പോഴും ഒരപ്പന്റെ ഹൃദയം തുടിക്കും, ഒരമ്മയുടെ ഹൃദയത്തിൽ സന്തോഷമാണ്. കാരണം അവർ സ്ഫുടതയോടെ സംസാരിക്കുന്ന, അക്ഷരത്തെറ്റില്ലാതെ സംസാരിക്കുന്ന വാക്കിന്റെ മനോഹാരിത കൊണ്ടല്ല. ആമേൻ. ആ ശബ്ദം അപ്പന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതാ. കാര്യം പിടികിട്ടുന്നുണ്ട്. നിന്റെ താളമല്ല, നിന്റെ ഈണമല്ല, നീ ആ ഭാവന വിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി സന്തോഷിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആമേൻ. ഇത് ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരിക്കലും മന്ദമായിട്ടില്ല. ആ ഉറപ്പാകുന്ന പകൽ വിളിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചിന്ത, നമ്മുടെ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഷാഡോ ഒക്കെ ഇട്ട് ഭയങ്കര ഫ്രെയിമിനകത്തൊക്കെ വിളിച്ചാൽ ദൈവം കേൾക്കോളുന്ന പരിശുദ്ധനും നിത്യനും നീതിമാനും അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിളിച്ചു, ഒന്നും തടസ്സം വിഷയമൊന്നുമില്ല. പക്ഷെ എൻ്റെ മോൻ എന്നോട്, അല്ലെങ്കിൽ എൻ്റെ മോൾ എന്നോട് തെച്ചുകുന്നിൽ VS വർഗീസിന്റെ മകനായ ജാക്സൺ വർഗീസ് എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമേ അല്ല. അവരപ്പയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. അവൻ ഈ പറഞ്ഞത് തെറ്റില്ല, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, അക്ഷരപതി ശരിയാ. പക്ഷെ എനിക്കിഷ്ടം എൻ്റെ മക്കളെ അപ്പയെന്ന് വിളിക്കുന്നത് കേൾക്കാനാ. നിന്റെ മകൻ അപ്പാന്ന് നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമുണ്ട്. അവൻ വിളിക്കുക, യേശുവേ. ഈ ശബ്ദം ഇച്ചിരി ഉയർന്നു പോയി. മുൻപേ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു, പക്ഷെ അവരുടെ വിലക്ക് അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. ആമേൻ. ഈ വിളി ഉയർന്നപ്പോൾ എന്താ സംഭവിച്ചത്? അടുത്ത വാക്ക് വേഗത്തിൽ വായിച്ചേ. അപ്പോൾ യേശു നിന്നു. യേശു നിന്നു. യേശു കൈകൊടുത്ത് യേശു നിനക്ക് വേണ്ടി നിൽക്കും. ഒന്ന് കൈകൊടുത്ത് യേശു നിനക്ക് വേണ്ടി നിൽക്കും. യേശു നിനക്ക് വേണ്ടി നിൽക്കും. ഒരു പ്രവചന ശബ്ദമോ ഇന്നുകളിൽ കൈമാറുന്നു. പിന്നെ ചില വിഷയങ്ങൾക്ക് വേണ്ടി യേശു നിൽക്കും. ഇന്ന് പകൽ ആശ്രയം നിർത്താതെ, ആശ്രയം കൈവിടാതെ ഇന്ന് പകൽ തുടരുന്നുണ്ടോ? യേശു നിനക്ക് വേണ്ടി നിൽക്കും. യേശു നിൽക്കേണ്ട ഒരു കാര്യമില്ല. യേശുവിന്റെ പുരുഷാരത്തിന്റെ അകമ്പടിയോടെ തിരക്കിട്ട് പോകുകയാ. അടുത്ത യോഗസ്ഥലത്തേക്ക് ബന്ധപ്പെട്ട് പോകുകയാ. വലിയ പുരുഷാരവേശനെ അനുഗമിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു കുരുടൻ, ഒരു അമ്പൻ, ആമേൻ, ഒരു ഭിക്ഷക്കാരൻ നിലവിളിക്കുമ്പോ യേശു നിൽക്കേണ്ട ഒരു കാര്യമില്ല. യേശുവിനെ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ യേശുവിന്റെ ഉള്ളത്തെ ചലിപ്പിച്ച ഏതോ ഒരു സ്വരം ആ അമ്പന്റെ അകലത്തിൽ നിന്ന് പുറത്തു വന്നു. ഇന്നലെ നിന്റെ നൊമ്പരത്തിന്റെ സ്വരം, നിന്റെ വേദനയുടെ സ്വരം, നിന്റെ ആവശ്യകതയുടെ സ്വരം ഇന്നലെ വിശ്വാസത്തോടെ പുറത്തു വന്ന വിശ്വസിക്കാം. എന്റെ വിഷയത്തിൽ യേശു നിൽക്കാൻ പോവുക. എന്റെ കുഞ്ഞുങ്ങൾക്ക് യേശു നിൽക്കാൻ പോവുക. യേശു തിരക്കിട്ട് മുൻപോട്ട് പോകുക. പക്ഷെ എന്റെ വിളിയെ മറികടന്ന് എന്റെ യേശു പോകാൻ പറ്റത്തില്ല. യേശു എനിക്ക് വേണ്ടി നിൽക്കും. യേശു എനിക്ക് വേണ്ടി നിൽക്കും. എന്റെ പ്രശ്നത്തിന് വേണ്ടി യേശു നിൽക്കുക. എന്റെ വിഷയത്തിന് വേണ്ടി യേശു നിൽക്കുക. യേശു നിന്നാൽ ചുമ്മാ നോക്കി നിൽക്കത്തില്ല. യേശു നിന്നത് ഉറപ്പാണെങ്കിൽ പുറകെ ഒരാജ്ഞ വരുന്നുണ്ട്. യേശുവിന്റെ വിഷയത്തിൽ നിന്നാൽ നിങ്ങൾ നോക്കിയിട്ട് അത് ചുമ്മാ ചിരിവാസാക്കിയിട്ട് പോകത്തില്ല. യേശു നിന്നത് ഉറപ്പാണെങ്കിൽ പുറകെ കമാൻഡ് വരുന്നുണ്ട്. യേശു നിന്നു. അടുത്ത വാക്ക്, അവനെ വിളിപ്പി. യേശു നിന്നത് പരമാർത്ഥമാണെങ്കിൽ വിലക്കുന്നവരോട് പറയൂ, അവനെ വിളിക്ക. 2 മിനിറ്റ് മുമ്പ് ഇവന്റെ ശബ്ദം ഉയർന്നപ്പോൾ അവൻ എന്താണ് മുൻപേ നടന്നവരുടെ പ്രതികരണം? മിണ്ടാതിരിയട, ശാസിച്ചു. പക്ഷെ യേശു നിന്നിട്ട് പറയുക,
അവനെ വിളിക്കും. നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവ് നിങ്ങളുടെ പരമാർത്ഥമാണെങ്കിൽ ആജ്ഞകളും അവനെ എന്റെ അടുക്കിലേക്ക് വിളിക്കുക, അവനെ എന്റെ അടുക്കിലേക്ക് വിളിക്കുക. അവിടെയുള്ള മാന്യന്മാരെ എല്ലാം മറികടന്ന്, അവിടെയുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം മറികടന്ന്, അവിടെയുള്ള വിഐപികളെല്ലാം മറികടന്ന് നിങ്ങളെ വിളിക്കുക. ആരുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്, ആർക്കൊക്കെ വേണ്ടി ഇന്നലെ യേശു നിൽക്കാൻ പോകുക. യേശു നിന്നെ വിളിക്കാൻ ആജ്ഞയിട്ടാൽ, നിന്നെ അപഗണിച്ചവര്, നിന്നെ വിലക്കിയവര്, നിന്നെ ശാസിച്ചവര്, അവർ നിന്റെ പക്ഷം ചേരും. വചനം പറഞ്ഞു, നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം. അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ഉടനെ ശാസിച്ചവന്മാരുടെ പ്രതികരണം പെട്ടെന്ന് യൂട്യൂബ് എടുക്കുന്ന പോലെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുക. അതെന്താ പറയുന്നത്? ധൈര്യപ്പെടുക. രണ്ടു ദേവന്മാർ പറഞ്ഞേ വേണ്ടി പോകരുത്. അവൻ പക്ഷെ യേശു വിളിക്കാൻ പറഞ്ഞപ്പോ ഇവന്മാർ പ്ലേറ്റ് മാറ്റി ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. ഇതുപോലെ യേശുവിനെ വിളിക്കാൻ ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. നീ എഴുന്നേൽക്കേണ്ട സമയമാ, നീ എഴുന്നേൽക്കേണ്ട സമയമാ. ഇനി പര്യാവസ്ഥയിൽ തുടരാനല്ല, പര്യാവസ്ഥയിൽ തുടരാനല്ല. ഇതുപോലെ കർത്താവ് എഴുന്നേൽക്ക, 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 എഴുന്നേൽക്ക. ഹല്ലേലൂയ. എവിടേക്കോ ധൈര്യം ചോർന്നു പോയി, എവിടേക്കോ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി, എവിടേക്കോ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ കാലുകൾ കുഴഞ്ഞു പോയി അല്ലേ? ഇന്നലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ എഴുന്നേൽക്ക, എഴുന്നേൽക്ക, നീ ധൈര്യപ്പെടുക. ആ രോഗം ഇനി അവിടെ ഇല്ല, ആ പ്രശ്നം ഇനി അവിടെ ഇല്ല, ആ മെഡിക്കൽ റിപ്പോർട്ട് ഇനി അവിടെ തുടരത്തില്ല, ആ പ്രശ്നത്തിന് ഇനി അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഇതിനെ കർത്താവേ ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. നിന്നെ വിളിക്കുന്നു. കർത്താവ് നിനക്ക് വേണ്ടി നിന്നാൽ ആമേൻ, ഇല്ലാത്ത മാന്യത വരും. ഇത് നിന്റെ ധൈര്യത്തോടെ ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്നത് ഞാൻ പഠിച്ച സ്കൂളിന്റെ മേന്മ കൊണ്ടല്ല, ഞാൻ പഠിച്ച കോളേജിന്റെ പ്രത്യേകത കൊണ്ടല്ല. ആമേൻ, ഈ വിഐപികൾക്കില്ലാത്ത മാന്യത പലയിടങ്ങളിൽ ലഭിക്കുമ്പോ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആരെയെ കർത്താവ് എനിക്ക് വേണ്ടി ആരെ അവരുടെ കരുണ വെളിപ്പെടുത്തി. യേശുവിന്റെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ മാന്യതയ്ക്ക് വേണ്ടി ഓടണ്ട. യേശുവിന്റെ വിളി യഥാർത്ഥമായി വന്നു കഴിഞ്ഞാൽ അവസരങ്ങൾക്ക് വേണ്ടി അലയണ്ട, അതെല്ലാം മുന്നേ തേടി വരും. അവരെ കഥ പറയുന്നു, എന്നെ ഉയർത്താൻ ആരുമില്ല, എന്നെ പ്രചോദിപ്പിക്കാൻ ആരുമില്ല, എന്നെ അത് കൈത്താങ്ങാൻ ആരുമില്ല. ആ പരിഭവം എന്നുള്ളത് കിട്ടുക. യേശുവിന്റെ വിളി വന്നാൽ പിന്നെ തന്നെ പ്രത്യേകിക്കും. മിണ്ടാതിരിപ്പാൻ ശാസിച്ചവർ തന്നെ എഴുന്നേൽക്ക, ധൈര്യപ്പെടുക. യേശുവിനെ വിളിക്കുന്നു. ഞങ്ങൾക്ക് ആർക്കുമില്ലാത്ത വിളി, ഞങ്ങളൊന്നും ഇതിനകത്ത് വിളിച്ചിട്ടില്ല കർത്താവ്. ഞങ്ങളിങ്ങനെ പുറകെ നടക്കുന്നേ ഉള്ളൂ. ആ വിളിക്ക് വേണ്ടി ഞങ്ങൾ കൊതിക്കുകയാ. പക്ഷെ ഞങ്ങൾക്കില്ലാത്ത വിളിയിലേ മുന്നേ തേടി വന്നിരിക്കുന്നു. നീ എഴുന്നേൽക്ക്. ഇന്നലെ ആരോട് കഥ പറയുന്നു, രാഷ്ട്രത്തില്ലാത്ത വിളി, അഭിഷേകന്മാർക്കില്ലാത്ത വിളി, അവൻ നിനക്ക് വേണ്ടി വിളിവരുന്നു. വിളിയോടുള്ളവന്റെ പ്രതികരണം ഉടനെ അവൻ എന്ത് ചെയ്തു? അടുത്ത അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലെത്തി. വിളി കേൾക്കാൻ നിന്നു. കണ്ണ് കാണത്തില്ല, പക്ഷെ അവൻ ആദ്യം എന്ത് ചെയ്തു? പുതപ്പിട്ട് കളഞ്ഞു. ഈ പുതപ്പവന്റെ ഐഡന്റിറ്റിയാ. ആ കാലഘട്ടത്തിൽ അവൻ ഭിക്ഷക്കാരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഇവന്റെ മേൽ കിടക്കുന്ന പുതപ്പ്.
ആ പുതപ്പിട്ടവർ എല്ലാം ഭിക്ഷക്കാരുടെ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഇത് ഡ്രൈവർമാർക്ക് ഒരു യൂണിഫോം ഉണ്ട്, നേഴ്സുമാർക്ക് ഒരു യൂണിഫോം ഉണ്ട്, അല്ലെ? ഓരോ ജോലിക്കും ഓരോ യൂണിഫോം ഉണ്ട്. യൂണിഫോം കണ്ട് നമ്മൾ ആരെന്താണെന്ന് മനസ്സിലാക്കും. ഇവിടെ ഭിക്ഷക്കാർക്ക് യൂണിഫോം ഇല്ല. ലോട്ടറി വിൽക്കുന്നവർക്ക് ഒരു യൂണിഫോം ആയി. ഭിക്ഷക്കാരുടെ സംഘടന ഉടനെ ഒരു കമ്മിറ്റി കൂടി അവരും യൂണിഫോം വേണമെന്ന് വാദിക്കുമായിരിക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നു? ഭിക്ഷക്കാർക്ക് യൂണിഫോം ഉണ്ടായിരുന്നു. യൂണിഫോം അവരുടെ മേൽ കിടക്കുന്ന പുതപ്പ്. ഇവനാദ്യം പുതപ്പിട്ട് കളഞ്ഞു. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ പൊട്ടത്തരമാ കാണിക്കുന്നത്. അതിനെ കർത്താവ് വിളിക്കുന്നു, നിന്റെ പുതപ്പ് നീ എറിഞ്ഞു കളയുക. ജനം പുരുഷാരം അവിടെ മാർച്ച് പാസ്റ്റ് ചെയ്യുക. അവരെല്ലാം കൂടെ ചവിട്ടി ബന്ധിച്ച് നിന്റെ പുതപ്പിപ്പ കീറിക്കളയും. നിനക്ക് സൗഖ്യമായില്ലെങ്കിൽ നിനക്ക് പഴയ പണി തുടരാൻ നിന്റെ യൂണിഫോം നീ നഷ്ടപ്പെടുത്തി, നിന്റെ ലൈസൻസ് നീ കളഞ്ഞു ഒളിക്കുക. നീ ചെയ്യുന്ന പൊട്ടത്തരവല്ലേ? എത്ര കൂടെ വരുന്നുണ്ട്? കൃത്യമായി പറയും, അവന് സൗഖ്യമായില്ലെങ്കിലോ എന്നൊരു ചിന്ത എനിക്കില്ല. യേശു എന്നെ വിളിച്ച് ഉറപ്പാണെങ്കിൽ സൗഖ്യമാകും. ആയില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ഉണ്ട്. പ്ലാൻ എ മാത്രമല്ല, പ്ലാൻ ബി ഉണ്ട്. അത് നടന്നില്ലെങ്കിൽ, അത് കിട്ടിയില്ലെങ്കിൽ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആമേൻ, അത് ലഭിച്ചില്ലെങ്കിൽ, ആമേൻ, പ്ലാൻ ബി കൊണ്ട് കർത്താവിന്റെ സ്ഥലത്തിൽ വരരുത്. കർത്താവിന്റെ സ്ഥലത്തിൽ വരുമ്പോൾ പ്ലാൻ എ മാത്രമേ ഉണ്ടാകാവുള്ളൂ. ബാക്കി എല്ലാത്തിനും പ്ലാൻ വേണം. എനിക്കെല്ലാ കാര്യത്തിനും പ്ലാൻ ഉണ്ട്. പക്ഷെ കർത്താവിന്റെ സ്ഥലത്തിൽ വരുമ്പോ ഓപ്ഷൻ ഇട്ട് വിശ്വാസം പരീക്ഷിക്കരുത്. ലഭിക്കും, ലഭിക്കും. അതാ വിശ്വാസം, അതാ വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നത് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കിട്ടിയില്ലെങ്കിൽ, നടന്നില്ലെങ്കിൽ, സൗഖ്യമായില്ലെങ്കിൽ ആ ചിന്തയ്ക്ക് അവിടെ പ്രസക്തിയില്ല. കിട്ടിയിരിക്കും, നടന്നിരിക്കും, ലഭിച്ചിരിക്കും. അപ്പൊ അവനാദ്യം അവന്റെ ഐഡന്റിറ്റി വലിച്ചു കീറി പുതപ്പിട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റു. യേശുവിന്റെ അടുക്കലേക്ക് അടുത്ത് വരാൻ നിനക്ക് തടസ്സം ചില പുതപ്പാണെങ്കിൽ പരിശുദ്ധന പറയുന്നു, ആ പുതപ്പിനെ നിങ്ങൾ എറിയുക. പാരമ്പര്യത്തിന്റെ പുതപ്പ്, പരക്കരത്തിന്റെ പുതപ്പ്, ഞാൻ ആരോ ആണെന്നുള്ള ചിന്തയുടെ പുതപ്പ്, ഞാനെന്ന ഭാവത്തിന്റെ പുതപ്പ്, ഇവരുടെ പുതപ്പിന്റെ തീർക്കുക. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഞാൻ എന്തോ ആണെന്ന്, എനിക്കെന്തോ അറിയാമെന്ന്. ഒന്നും ആയിട്ടില്ല, ഒന്നും അറിയത്തില്ല, ഒന്നുമില്ലെന്ന് സമ്മതിക്കുക. ആ പുതപ്പിന്റെ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ തടസ്സമെങ്കിൽ ആ പുതപ്പൊന്ന് കീറിക്കള, ആ പുതപ്പൊന്ന് കീറിക്കള. ആ പുതപ്പിട്ടിട്ട് അവൻ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലെത്തി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യമായില്ലെങ്കിൽ പഴയ പണി തുടരാൻ പറ്റത്തില്ല. ആമേൻ. അവനെ ആരും പുതപ്പ് മേടിച്ചു കൊടുക്കത്തില്ല. അവൻ വളരെ വഴിയാധാരമായി പോകും. ആ ചിന്തയൊന്നും അവനെ ഭരിച്ചില്ല. യേശുവിന്റെ അടുക്കൽ 100% വിശ്വാസം. യേശുവിന്റെ അടുക്കൽ വന്നപ്പോഴേ അവന്റെ വിശ്വാസത്തിൽ മങ്ങലേൽപ്പിക്കുന്ന ചോദ്യം യേശു ചോദിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മനസ്സിലാവും. യേശു അടുത്ത് എന്ത് ചോദിക്കുന്നവനോട്? യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. യേശു അറിയത്തില്ലേ ഇവന് കള്ളകൂട്ടനാണ്, അന്ധനാന്ന് അവനെ കണ്ട അറിയത്തില്ലേ? അവൻ അത്യാവശ്യം വേണ്ടത് സൗഖ്യമാണ്, അവന്റെ കണ്ണിന് കാഴ്ചയാണെന്ന് കർത്താവിന് അറിയത്തില്ലേ? എന്നോട് യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, എനിക്ക് കുറച്ച് രൂപ വേണമെന്നല്ല അവൻ പറഞ്ഞത്. അവൻ എല്ലാവരോട് ഇതുവരെ എന്താ ചോദിച്ചിട്ടുള്ളൂ? അമ്മാ, എന്റെ കണ്ണിന് കാഴ്ചയില്ല, വല്ലതും തരണമേ, ഭിക്ഷ ഭിക്ഷ ഭിക്ഷ. ആമേ. സഹായം മാത്രമേ അവൻ ചോദിച്ചിട്ടുള്ളൂ. എന്റെ ചെറിയ പ്രായത്തില് ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് എല്ലാ വർഷവും 1-2 തവണ ഞങ്ങൾ കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുമായിരുന്നു. എറണാകുളത്ത് മമ്മിയുടെ ചേച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക്. അന്നത്തെ ഞങ്ങളുടെ വലിയ ലോകമാണ് എറണാകുളം. അപ്പൊ ട്രെയിനിൽ വരുമ്പോൾ ഞാനും എൻ്റെ അനിയനും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. അപ്പൊ ട്രെയിനിൽ ഞങ്ങളെ വളരെ ആകർഷിച്ച ഒരു വ്യക്തിത്വം, ഒരു കണ്ണുപൊട്ടനായ ഒരു ഭിക്ഷക്കാരൻ. അയാൾ പറയുന്ന ഡയലോഗ് ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞതാണ്. 10 വയസ്സ് താഴെയുള്ളതിന് പതിഞ്ഞതാണ്. എൻ്റെ കണ്ണിന്
കാഴ്ച നഷ്ടപ്പെട്ട എനിക്ക് നിങ്ങൾ എല്ലാവരും സഹായിക്കണം കേട്ടോ. ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ മാസം അയാളെ ഹലോ, നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല? കഴിഞ്ഞ മാസത്തെ ട്രെയിൻ യാത്രയിലും എന്ന് പറഞ്ഞാൽ വർഷം 10-30 ഇന്നും അയാൾ ആ പണി തുറന്നുകൊണ്ടിരിക്കുക. അപ്പൊ പല ആവർത്തി അയാളെ കണ്ടു, പല ആവർത്തി കണ്ടു, കഴിഞ്ഞിടയ്ക്ക് കാണുന്നതിനേക്കാളും പല ആവർത്തി കണ്ടു. ഡയലോഗ് മാറിയിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യർക്ക് 2 പോക്കറ്റ് ഷർട്ടിന് 4 പോക്കറ്റ്, ഇവിടെ 2 ഇവിടെ 2. കാരണം പൈസ ശേഖരിക്കണ്ടേ. ഇത് 2 കൈയുണ്ട്. എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട എനിക്ക്. പിന്നീട് ഞാൻ ഇവിടെ നോക്കാൻ തുടങ്ങി. ആമേ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഭയങ്കര കൊടീശ്വരനായി പോകുന്നു. കാരണം വർഷം ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. അതിന് മുമ്പേ പണി തുടങ്ങിയതാ. ഇപ്പോഴും ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾക്ക് ആരോട് വേറെ ഒന്നും ചോദിക്കാനില്ല. ഈ ഒരു ഡയലോഗാണ് അയാൾ ഒരു ദിവസം 1000 തവണ പറയുന്നത്. എന്താ? എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട എനിക്ക് നിങ്ങളെല്ലാം സഹായിക്കണം കേട്ടോ. ഈ ഒരു ഡയലോഗിലാണ് അയാളുടെ മുഴുവൻ വഴി തുറന്നു വരുന്നത്. ഇത്രയും കാലം ഭർത്തിമായി എന്താ പറഞ്ഞേ? ഭർത്തിമായി എല്ലാവരോടും എന്താ പറയുന്നത്? അമ്മ കാഴ്ചയില്ലാത്തവരെ സഹായിക്കണം കേട്ടോ, സഹായിക്കണം കേട്ടോ. പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്നാൽ ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കത്തില്ലേ? പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യഥാർത്ഥ കാര്യമാണ്. ആമേൻ. യേശു ഞാൻ നിനക്ക് എന്ത് എല്ലാരും 10 രൂപ കൊടുക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് 100 രൂപ തരാം എന്നല്ല, എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. എല്ലാവരോടും അവൻ ധനം ചോദിച്ചു. യേശുവിനോട് അവൻ ശരിയായ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? റബ്ബൂനി, ഹീബ്രു അധ്യാപകൻ അദ്ദേഹം എന്നെ വിളിക്കാൻ അദ്ദേഹത്തിന്റെ ഫോണിൽ എൻ്റെ പേര് സേവ് ചെയ്തിട്ടേക്കുന്നത് പാസ്റ്ററോ എൻ്റെ പേരോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഫോണിൽ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞേ പറ അപ്പാ റോഹിണി. അങ്ങനെ ഫോണിലേക്ക് അപ്പാ റോഹിണി. ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഞാൻ ചോദിച്ചത് എന്താ അപ്പാ റോഹിണി എന്ന് പറയുന്നത്? ആത്മീയ പിതാവ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ആദരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ആമേൻ ഒരു അഭിഷിക്തനെ ആമേൻ അദ്ദേഹം വയ്ക്കുന്ന ഒരു അഭിഷേകത്തെ ആമേൻ മാനിച്ചു തുടങ്ങിയാൽ അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ട്. ആമേൻ. ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നതാ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ആമേൻ. ഒരു വ്യക്തിയുടെ വിഷയം ആരുമാകട്ടെ, ഒരു വ്യക്തി വഹിക്കുന്ന വിഷയം, ഒരു വ്യക്തിയുടെ ദൈവം പകരപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ബഹുമാനിച്ചു ആദരിച്ചു തുടങ്ങ് അതിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. മാസ്റ്റർ എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവന്റെ കാഴ്ച ആവശ്യമെന്ന് കർത്താവിന് അറിയാം. എങ്കിലും ചോദിച്ചു. അവന്റെ വാ കൊണ്ടത് പറയണം. എന്തിനാ പ്രാർത്ഥന? നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കും മുൻപേ ഇന്നവയെന്ന് കർത്താവ് അറിയുന്നില്ലേ എന്നല്ല വചനം പറയുന്നേ. പക്ഷെ നീ നിന്റെ വാ തുറന്ന് പറയണം, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. നീ നിന്റെ വാ തുറന്ന് പറയണം, കർത്താവ് എനിക്ക് ഇന്ന കാര്യം നടക്കണം, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്കിത് നടത്തി തരണം. അല്ലാതെ കർത്താവല്ല അറിയുന്ന കർത്താവ് വേണം ചെയ്യട്ടെ. ആമേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തിനാ? ഈ ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് ദൈവികമല്ല, ആ ചിന്ത പൈശാചികമാണെന്ന് ഇന്ന് ആത്മാവിന്റെ അടിവരവ് പ്രവർത്തിക്കുന്നു. നീ വാ തുറന്ന് പ്രാർത്ഥിക്കുക. നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാത്ത പിശാചിന്റെ തന്ത്രമാ. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, കർത്താവ് അറിയുന്നല്ലോ. ഈ ചിന്ത പൈശാചികമാ, പ്രാർത്ഥന ദൈവികമാണ്. എനിക്കറിയത്തില്ല ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ആരോട് കർത്താവ് പറയുന്നു, നിന്റെ വാ തുറന്ന് ആവശ്യം ദൈവത്തോട് പറ. സകല അണ്ടകടാകങ്ങളെയും വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചവൻ അവൻ ആദ്യം തന്നെ അന്തമറിയുന്നവൻ. അവൻ സകലവന്റെ കണ്ണിൽ നഗ്നവും മറന്നുമായിരിക്കുന്നു. അവൻ അറിയത്തില്ലേ ഇവന്റെ കാര്യമല്ല, ഭൂമിയിലുള്ള സകല കുരുടന്മാരുടെ കാര്യം കർത്താവിന് അറിയാം. എന്നിട്ട് ചോദിക്കാൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കാരണം അവന്റെ വാ കൊണ്ട് അവൻ പറയണം, എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്. അവന്റെ വാ കൊണ്ട് നീ ഒന്ന് പറ. എല്ലാവരും ധനം ചോദിച്ചവൻ കർത്താവിന്റെ യഥാർത്ഥ കാര്യം പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. ഉടനെ കർത്താവ് എന്താ ചെയ്തത്? അടുത്ത വാക്ക്
പോകാം, എന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവന് കാഴ്ച നൽകി. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവൻ എനിക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞ ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ഉടനെ അവന് സൗഖ്യം കിട്ടി. ഇന്ന് മകൾ പരിശുദ്ധാത്മ പറയുന്നു, ചിലത് വേഗത്തിൽ സംഭവിക്കാൻ പോകുക, ചിലത് വേഗത്തിൽ നടക്കാൻ പോകുക, ചില വിടുതലുകൾ വേഗത്തിൽ സംഭവിക്കാൻ പോകുക, ചില സൗഖ്യങ്ങൾ വേഗത്തിൽ നടക്കാൻ പോകുക. ചിന്തിക്കണം, വാ തുറന്ന് പറയണം. വാ തുറന്ന് യേശുവിനോട് പറയണം, എനിക്കിന്റെ ആവശ്യമുണ്ട്, എനിക്കിന്റെ കാര്യം നടക്കണം. ഇന്ന് പകർന്ന് പറഞ്ഞ് വേഗത്തിൽ ചിലത് സംഭവിക്കും. കർത്താവ് അവനെ കാഴ്ച നൽകി. അവൻ കണ്ണു തുറന്ന് ആദ്യമായിട്ട് ആരെ കണ്ടു? യേശുവിനെ കണ്ടു. ഇന്ന് നമ്മൾ ആത്മീക നയനങ്ങൾ കർത്താവ് തുറന്ന നമ്മൾ ആദ്യം കാണുന്നത് പ്രശ്നമല്ല, നമ്മൾ പ്രതികൂലമല്ല കാണുന്നത്, പിശാചിനെ അല്ല കാണുന്നത്. കണ്ണ് ആത്മീക കണ്ണ് തുറക്കുമ്പോൾ നാം കാണുന്നത് യേശുവിനെ ആയിരിക്കും. ആർക്കാ പ്രശ്നം കൂടുതൽ, ആർക്കാ ബുദ്ധിമുട്ട്, ആർക്കാ തടസ്സങ്ങൾ, യേശുവിനെ കാണേണ്ട രീതിയിൽ കാണാൻ കഴിയത്തില്ല. ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകക്കണ്ണുകൾ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. അവനെ കാണേണ്ടവനും കാണുവാൻ, യേശുവിനെ കാണേണ്ടവനും കാണുവാൻ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പരിശുദ്ധാത്മ പ്രകാശിപ്പിക്കട്ടെ. കർത്താവിനെ കണ്ടു. യേശുവിനോട് പറഞ്ഞു, കാഴ്ച കിട്ടിയല്ലോ, നീ പോയിക്കോളാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. പക്ഷെ അവൻ പോയില്ല. ആ വാക്യം വായിച്ച് ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. പോകാൻ അനുമതി കൊടുത്തു. യേശു അവനോട് എന്നെ കൂടെ നിൽക്കണ്ട, നീ പോയിക്കോ. പോകാൻ അനുമതി കൊടുത്തു. പക്ഷെ അവൻ പോയില്ല. ആമേൻ, പോയില്ല. അവൻ പറയും, അങ്ങേ വിട്ട് ഞാൻ എവിടെ പോകും? ആമേൻ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാ? ഇന്ന് നമുക്ക് യേശുവിനെ യഥാർത്ഥമായി കിട്ടിയാൽ, യേശുവിനെ യഥാർത്ഥമായി കണ്ടാൽ, കണ്ണ് തുറന്ന് യേശുവിനെ കൺകുളിർക്കെ കണ്ടാൽ വേറെ ഒന്നിന്റെ പുറകെ പോകാൻ പറ്റത്തില്ല. പലരും നിന്നെ മാടി പിടിക്കും, പലരും നിന്നെ പ്രലോഭിപ്പിക്കും, പലരും നിന്നെ വശീകരിക്കും. പക്ഷെ യേശുവിനെ കാണേണ്ടവന്ന് കണ്ടാൽ നിനക്ക് പോകാൻ ഒക്കത്തില്ല. കർത്താവ് അവനെ എല്ലാരും പിടിച്ചു നിർത്താനാ ശ്രമിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞു, നീ നിൽക്കണ്ട, നീ പോയിക്കോളാൻ പറഞ്ഞു, നീ പോകാം. പക്ഷേ അവൻ പോയില്ല. അവൻ യേശുവിന്റെ ടീമിൽ ചേർന്നു. അവൻ യേശുവിനെ അനുഗമിച്ചു. അവന്റെ പുതപ്പ് അവൻ കളഞ്ഞു, അവന്റെ ഭിക്ഷപാത്രം അവൻ കളഞ്ഞു. അവന്റെ അന്തര സ്വാഭാവികമായി വടിയവനുണ്ട്, വടിയവൻ കളഞ്ഞു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടു തുടങ്ങിയ നിങ്ങൾ അറിയാതെ അനുഗമിക്കും. അതിനാരും നിങ്ങളെ ഉത്സാഹിപ്പിക്കണ്ട, അതിന് പാസ്റ്റർ നിങ്ങളെ പുഷ് ചെയ്യണ്ട. സിസ്റ്ററെ, കർത്താവിനെ അനുഗമിക്ക് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ആത്മീയ കണ്ണു തുറന്ന് കർത്താവിനെ കാണേണ്ടവണ്ണം കണ്ടാൽ ഹല്ലേലൂയ, വേറെ ഒന്നിന്റെ പുറകെ പോകാൻ പറ്റത്തില്ല. കാരണം ഈ ലോകത്തിലുള്ള ബന്ധമെല്ലാം കുഴിമാടം കൊണ്ട് തീരും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങൾ എത്ര സ്നേഹിച്ചവരായാലും നിങ്ങൾക്ക് വേണ്ടി ചങ്ക് പറിച്ച് നൽകുന്നവരായാൽ, ഇന്നത്തെ പാടി എന്റെ ചങ്കാണി, അതാരുടെ കർത്താവിന്റെ പാടി കേട്ടോ, വേറെ പാടില്ല. എല്ലാവരുടെ ചങ്കുകൾ അവിടെ ഇരിക്കുന്നവര് സ്വതന്ത്രം. പക്ഷെ ആ ചങ്കിനൊക്കെ എത്രയുണ്ട്? പരിമിതിയുണ്ട്. കുഴിമാടം വരെ കൊണ്ട് ചങ്കുകളുടെ സ്നേഹം അവസാനിക്കും. പക്ഷെ അവിടുന്ന് യഥാർത്ഥ ജീവിതം ആരംഭിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒറ്റ ചങ്കയുള്ളൂ, അതിന്റെ കർത്താവായ യേശു. അതുകൊണ്ട് യേശുവിനേക്കാൾ വേറെ ഒന്നുമില്ല. യേശുവിനെ വിട്ട് വേറെ ഒന്നിനും പുറകെ പോയാ അതൊരിക്കലും അനുഗ്രഹമാകത്തില്ല, അത് നശീകരണമാകും. നിങ്ങളുടെ അകത്ത് വചനം കയറുന്നുണ്ടോ? ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവൻ. ഞാൻ പറയുമ്പോൾ സ്വീകരിക്കുക എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്.
ആമേൻ. നീನು കേൾക്കുന്നുണ്ടോ? പറഞ്ഞില്ലെന്ന് പറയരുത്, കേട്ടില്ല അറിഞ്ഞില്ലെന്ന് പറയരുത്. യേശുവിനേക്കാൾ വലിയൊരു ബന്ധമില്ല. യേശുവിനേക്കാൾ ലോകത്തിൽ വേറെ ഒന്നുമില്ല. യേശുവാണ് ഏറ്റവും വലുത്. യേശുവിനോട് കൂടെ സകല അനുഗ്രഹങ്ങളുമുണ്ട്. യേശുവിനോട് കൂടെ സകല നന്മകളുമുണ്ട്. ആമേൻ. കുടിമാടം കൊണ്ട് ലോകത്തിലെ സ്നേഹം ബൈ ബൈ പറയുമ്പോൾ നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ഡീപ്പ് റിലേഷൻഷിപ്പാണ് യേശുമായിട്ടുള്ളത്. അതാ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടവർക്ക് അവനെ വിട്ടുപോകാൻ പറ്റത്തില്ല. ആ ഒരു ബന്ധം ഇന്ന് നിലനിൽക്കുന്ന ദൃഢമാകട്ടെ. ചഞ്ചലിപ്പുകൾ മാറട്ടെ, ആശങ്കകൾ മാറട്ടെ. അവനോട് പോകാൻ അനുമതി നൽകി. പക്ഷെ ഭർത്തിമായി പറയും, ഞാൻ അവിടെ പോകാനായി. നിനക്ക് കണ്ണിന് കാഴ്ച കിട്ടിയില്ല, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ? അതൊക്കെ പിന്നത്തെ കാര്യം. എനിക്ക് അങ്ങയുടെ കൂടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് അങ്ങയുടെ സ്ഥാനിക്കുന്നത് നടക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതാണ് ഇഷ്ടം. ഇത് ഭർത്തിമായി നമുക്കൊരു പാഠം നൽകും. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകതകൾ. ആമേൻ. അവൻ യേശുവിന് വേണ്ടി തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. എല്ലാ ഹൃദയവും അല്പ നിമിഷങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ വചനങ്ങളുടെ അകത്ത് ക്രിയ ചെയ്തു തുടങ്ങട്ടെ. വലിയൊരു